ഇത് ഇത് അഴിച്ചു മാറ്റാൻ എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കെട്ടിയ ആൾ തന്നെ അത് അഴിക്കുന്നതല്ലേ നല്ലത്. വേദനയോടെ മുഖം കുനിച്ചുകൊണ്ട് അവൾ അത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി. തന്നെക്കൊണ്ട് ഒരിക്കലും ഈ താലിബന്ധം അറുത്തുമാറ്റാൻ കഴിയില്ല. കാരണം അവളെ താൻ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അത് പുറമേ പ്രകടിപ്പിക്കാനാവാത്ത നിസ്സഹായതയാണിപ്പോൾ തനിക്കും. തൻ്റെ പ്രവൃത്തിദോഷം കാരണം വേദയുടെ മനസ്സൊരിക്കലും പ്രയാസം അനുഭവിക്കരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ചങ്ക് പിടയുന്ന വേദനയോടെ താനിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. ഒരു നിമിഷം മനസ്സിലെ ഇഷ്ടത്തെയും ചിന്തകളെയും എല്ലാം മാറ്റി നിർത്തിയവൻ ആ താലിമാലയിലേക്ക് കൈവച്ചപ്പോൾ പെട്ടെന്ന് അവളുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം കൂടി വരുന്നതുപോലെ അവൾക്ക് തോന്നി. അവളുടെ മാറിടത്തിലേക്ക് നീണ്ടു കിടക്കുന്ന മാലയിൽ നിന്നും അതിൻ്റെ കൊളുത്ത് വേർപ്പെടുത്തി അവനത് വലിച്ചൂരാൻ ശ്രമിക്കുമ്പോൾ തന്നിൽ നിന്ന് എന്തോ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ആദിയോടെ പെട്ടെന്ന് അവൾ അറിയാതെ ആ മാലയിൽ മുറുകെ പിടിച്ചു പോവുകയായിരുന്നു. അവളുടെ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അനന്തു അന്നേരം ആ താലിയിൽ നിന്നും കൈയടർത്തി മാറ്റിയപ്പോഴേക്കും വേദയുടെ കണ്ണുകളിലെല്ലാം കണ്ണുനീരിൻ്റെ നനവ് പടർന്നു പിടിച്ചത് അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഈ താലി ഇതെൻ്റെ കഴുത്തിൽ അണിയാൻ യോഗ്യതയില്ലെന്ന് അറിയാം സാർ. പക്ഷേ ഇതെന്നിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ എന്തോ സഹിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഇതെൻ്റെ അതിമോഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നും അറിയില്ല സാർ. ഇത് ഏത് സാഹചര്യത്തിൽ കെട്ടിയതാണെങ്കിലും ഇപ്പോൾ ഈ നിമിഷം ഇത് എന്നിൽ നിന്നും അടർത്തി മാറ്റുമ്പോൾ താങ്ങാൻ കഴിയാത്തൊരു ഭാരം മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെ തോന്നുക. ഒരു ഭാര്യയുടെ അധികാരമോ അവകാശമോ ഒന്നും എനിക്ക് വേണ്ട. ഇതിൻ്റെ പേരിൽ സാറിൻ്റെ നല്ല ജീവിതത്തിലേക്ക് ഈ വേദ ഒരിക്കലും ഒരു ശല്യമായി കയറി വരികയില്ല. എന്നെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുകയില്ല. സാറിനും കുടുംബത്തിനും യാതൊരു പ്രയാസവും ഉണ്ടാക്കാതെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ താലിയുടെ സുരക്ഷിതത്വത്തിൽ ഞാൻ ജീവിച്ചോളാം സാർ. ഇടറിയ സ്വരത്തിൽ നിറമിഴികളോട് അവൾ അവനെ നോക്കിയത് പറയുമ്പോൾ അനന്തുവിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പെരുമ്പറ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം താൻ അണിയിച്ച താലിയെ അവൾക്കൊരിക്കലും അടർത്തി മാറ്റാനാകില്ലെന്നവൾ പറയുക കൂടി ചെയ്തപ്പോൾ ആ സന്തോഷത്തിന് ശരിക്കും അതിരുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴും അവളുടെ ചില തീരുമാനങ്ങൾ അവനെയേറെ വേദനിപ്പിക്കുകയായിരുന്നു. കൈലാസത്തിലെ അനന്തനാരായണൻ വേദയുടെ കഴുത്തിൽ താലി ചാർത്തിയത് പൂർണ്ണ മനസ്സോടെയാണെങ്കിൽ അത് അവളെ ഒരിക്കലും ഉപേക്ഷിക്കാനോ വലിച്ചെറിയാനോ വേണ്ടിയിട്ടല്ല താൻ അവളെ കൂടെ കൂട്ടിയത്. പകരം തൻ്റെ ഈ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നോടൊരു ഇഷ്ടം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തനിക്കും അറിയാം. എന്നാൽ അത് പുറത്തു കാണിക്കാനോ തന്നെ ഒരു ഭർത്താവായി അവൾക്ക് അംഗീകരിക്കാനോ കഴിയാത്തതിൻ്റെ നിസ്സഹായതയും കുറ്റബോധവുമാണ് അവളെക്കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നതെന്നും അവനറിയാം. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ സത്യങ്ങളെല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി പിടിക്കേ നിവർത്തിയുള്ളൂ എന്ന മട്ടിൽ ഒരു നേർത്ത പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടവൻ അവളെ ഒന്ന് ആസ്വദിച്ചു നോക്കി. അപ്പോൾ ഞാൻ കെട്ടിയ താലി തനിക്ക് ഒരിക്കലും വേർപ്പെടുത്താനാവില്ലെന്ന സത്യം ഈ അനന്തുവിനോട് തന്നെ നീ നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച എന്നോടുള്ള ആ ഇഷ്ടമുണ്ടല്ലോ, അതുകൂടി ഈ അനന്ത് പുറത്തേക്ക് എടുത്തിരിക്കും. അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടടി പെണ്ണെ. ക്ഷേത്രനടയ്ക്ക് മുൻപിൽ വെച്ച് മീശ പിരിച്ചുകൊണ്ടവൻ അവളെ ഒന്ന് ചെരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ ചിലതെല്ലാം അന്നേരം അവൻ കണക്ക് കൂട്ടുകയായിരുന്നു. ഒരു നേർത്ത പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച് തൻ്റെ പെണ്ണിനെ അവൻ ശരിക്കും ഒന്ന് നോക്കി. അതെങ്ങനെ ശരിയാവും? ഞാൻ കെട്ടിയ താലിയുടെ പേരിലല്ലേ താൻ ഇത്രയും നാൾ എന്നോട് മുഖം വീർപ്പിച്ച് നടന്നിരുന്നത്. ഇപ്പോൾ അത് അഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ താൻ ഇതെന്തൊക്കെയാ വേദയി പറയുന്നത്? അന്ന് ആ പോലീസുകാർക്ക് മുൻപിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഭദ്രയോടുള്ള വാശി തീർക്കാനും വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് മുൻപിൽ പറഞ്ഞതും ചെയ്തതുമൊക്കെ ഇതിൻ്റെ ബാക്കിയായിട്ടേ ഞാനും കാണുന്നുള്ളൂ. തൽക്കാലം ഭദ്രയെപ്പോലൊരു പെണ്ണിനെ കെട്ടി ജീവിതം പാഴാക്കരുതെന്ന് കരുതിയ അന്ന് തൻ്റെ പേരും പറഞ്ഞ് ഞാൻ കൈലാസത്തിൽ നിന്നും ഇറങ്ങിയത്. തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ തിരിച്ചു ചെന്ന് അമ്മയോടെല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒരു പക്ഷേ നേരത്തെ കിട്ടിയതുപോലെ ഒരു തല്ലുകൂടി വീണ്ടും എൻ്റെ കവിളിൽ കിട്ടുമായിരിക്കും. എന്നാലും സാരമില്ല, എൻ്റെ അമ്മയല്ലേ. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നല്ലേ പഴമക്കാർ പറയാം. അതുകൊണ്ട് ചെറിയൊരു പൊട്ടലും ചീത്തലിനൊടുവിൽ എൻ്റെ മനസ്സ് എൻ്റെ അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ മനസ്സിലാകും. അതോടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഈ താലി താൻ അഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ചിലപ്പോൾ നാളെ എനിക്ക് മറ്റേതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമായാൽ അവളെ വിവാഹം ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയാൽ ഒരുപക്ഷെ അന്ന് ഈ താലി തൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു പ്രശ്നത്തിന് കാരണമാകരുതല്ലോ.
ഇരു കൈകളും നെഞ്ചിലേക്ക് അവൻ പിണഞ്ഞുകെട്ടി അവളോടത് പറയുമ്പോൾ പെട്ടെന്ന് വേദയുടെ മനസ്സും ശരീരവും ആകെ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോൾ സാറിത് ഒരിക്കലും ഇഷ്ടത്തോടെയല്ലേ എൻ്റെ കഴുത്തിൽ കെട്ടിയത്? ഭദ്രേച്ചിയുമായുള്ള കല്യാണം മുടങ്ങാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? താലിയെ തൊട്ട് അവനോടത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ ജിജ്ഞാസ അവൻ വായിച്ചെടുത്ത് ആസ്വദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വേദ, അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ പേരിൽ താൻ കരയും എന്നോട് പിണങ്ങിയൊക്കെ ചെയ്തപ്പോൾ എന്തോ തന്നോടെല്ലാം തുറന്നു പറഞ്ഞ് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്കും തോന്നി. തനിക്ക് എന്നോട് ക്ഷമിക്കാനും എല്ലാം മനസ്സിലാക്കാനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സിനിമയിലും സീരിയലിലൊക്കെ ഓരോ സിറ്റുവേഷന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ താലി ചാത്തി വേഷം കെട്ടി അഭിനയിക്കുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? ഇതും അങ്ങനെയാണെന്ന് കൂട്ടിയാൽ മതി. വളരെ ലാഘവത്തോടെ അവനത് പറഞ്ഞു തീർന്നപ്പോഴേക്കും വേദയുടെ വെളുത്ത കവിളിനെ നനയിപ്പിച്ചുകൊണ്ട് കണ്ണുനീർ താനെ ഒഴുകി വരാൻ തുടങ്ങിയിരുന്നു. അവളത് അവനെ കാണിക്കാൻ ശ്രമിക്കാതെ എന്നോണം പെട്ടെന്ന് അവനിൽ നിന്നും മുഖം തിരിഞ്ഞു നിന്നു. എങ്കിൽ ശരി, ഈ താലിക്ക് സാറ് കാണുന്ന മൂല്യം അത്രയേ ഉള്ളൂ എങ്കിൽ സാറ് തന്നെ ഇത് തിരികെ എടുത്തോളൂ. എനിക്കൊരു പ്രശ്നമില്ല. അവനെന്നും മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് അവളത് പറയുമ്പോൾ തൻ്റെ കണ്ണ് നിറയുന്നത് അനന്തു കാണാതിരിക്കാനായി അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവളുടെ കഴുത്തിൽ നിന്നും ആ മാല ഊരിയെടുക്കാൻ വേണ്ടി അവനും ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ അരയ്ക്കൊപ്പം നീണ്ടുകിടക്കുന്ന മുടിയിഴകളെ അവൻ പതുക്കെ കൈകൊണ്ട് മാറ്റിയിടുമ്പോൾ പെട്ടെന്ന് അവളുടെ ശരീരം അറിയാതെ ഒന്ന് നടുങ്ങിപ്പോയിരുന്നു. അവളുടെ പിൻകഴുത്തിൽ താനണിച്ച പൊൻതാലിയുടെ ഭംഗിയും തിളക്കവും കണ്ടപ്പോൾ അവനറിയാതെ അതിലേക്ക് തന്നെ ഒന്ന് നോക്കി നിന്ന് പോവുകയായിരുന്നു. എന്നാൽ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ ആ മാല വീണ്ടും ഊരിയെടുക്കാനായി അവളുടെ ശരീരത്തിൽ പതിയൊന്ന് തൊട്ടപ്പോഴേക്കും വേദ സങ്കടത്തോടെ പെട്ടെന്ന് മുഖം പൊത്തിപ്പിടിച്ചു നിന്നു. കുറച്ചു സമയം അവൾ അങ്ങനെ നിന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നിയ ഉടനെ അവൾ വീണ്ടും കണ്ണു തുറന്നു നോക്കി. വേർപ്പെടുത്തിയ കുളത്തിൽ വീണ്ടും തൻ്റെ താലിമാല കൂടിച്ചേർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവളാകെ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു. തൻ്റെ ശ്വാസം തിരിച്ചു കിട്ടിയ പ്രതീതിയാണെങ്കിലും ഒന്നും മനസ്സിലാവാതെ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും പുഞ്ചിരിച്ചുകൊണ്ട് പിറകിലേക്ക് കൈയും കെട്ടി നിൽക്കുന്ന അനന്തുവിനെ കണ്ട നിമിഷം തൻ്റെ തേങ്ങലടക്കി നിർത്താനാവാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വേഗം മുഖം പൂഴ്ത്തി വെച്ചുപോയി. അന്നേരം സന്തോഷം അടക്കി നിർത്താനാവാതെ അനന്തവും അവളെ തൻ്റെ കരവലയത്തിനുള്ളിലാക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ഏടി പെണ്ണെ, എനിക്കറിയാം തൻ്റെ ഈ മനസ്സ്. എന്നോടുള്ള ഇഷ്ടം സമ്മതിച്ചു തരാൻ കഴിയാത്ത നിൻ്റെ ഈ മനസ്സുണ്ടല്ലോ, അതൊന്ന് പൊളിച്ചടുക്കി നിൻ്റെ കയ്യിൽ തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ കെട്ടിയവനാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാടിയുള്ളത്? അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ഒന്നുകൂടി മുറുകെ പിടിച്ചപ്പോൾ കരച്ചിൽ നിർത്തിയ ഞെട്ടലോടെ അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമടർത്തി മാറ്റി. കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കിയപ്പോൾ അനന്തു അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കി കാണിച്ചു. ചുമ്മാ തന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാ ഇതൊക്കെ. താൻ ഈ അനന്തനാരായണൻ്റെ പെണ്ണാ. അതുകൊണ്ട് എനിക്ക് വേണ്ടി പിറന്നവളെ അങ്ങനെ അങ്ങ് വലിച്ചെറിഞ്ഞ് ദൂരെ കളയാനൊന്നും എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ തൻ്റെ കഴുത്തിൽ സ്നേഹത്തോടെ ചാത്തിയത് എൻ്റെ ഈ മനസ്സാണിടോ. അതെങ്ങനെയാ അവിടെ നിന്ന് പറിച്ചെടുത്ത് മാറ്റാൻ എനിക്കാവുക? അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവൻ അത് പറയവേ വേദാവിൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം ചേർത്ത് വെച്ചു. അധികം താമസിയാതെ തന്നെ വേദയുമായി താമസിക്കാൻ മറ്റൊരു കൊച്ചു വീട് അവൻ വാടകയ്ക്കെടുത്തു. വരുണല്ലാതെ കൂടെ മറ്റാരും അവർക്കൊപ്പമില്ലാതെ ആ പാലുകാച്ചൽ ചടങ്ങും കഴിഞ്ഞതിനു ശേഷം അവൻ അവിടെ നിന്നും തിരിച്ചു പോകാൻ ഒരുങ്ങിയത്. പരസ്പരം സ്നേഹത്തോടെ അവർ ആലിംഗനം ചെയ്ത ശേഷം പിരിയാൻ നേരമാണ് വരുൺ അവനെ നോക്കി ഒരു കാര്യം തിരക്കിയത്. അപ്പോൾ പിന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ അനന്തു? വരുൺ അവനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ അത് ചോദിച്ചപ്പോൾ മുഖത്തൊരൽപ്പം കള്ള ഗൗരവം ഭാവിച്ചുകൊണ്ട് അനന്തവും അവിടെ നിൽക്കാൻ തുടങ്ങി. എന്ത് കാര്യങ്ങളാണ് നീ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത്രയും നാൾ വേദയെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നായിരുന്നല്ലോ നിന്റെ ആശങ്ക. ഏതായാലും ആ ടെൻഷൻ ഇപ്പോൾ ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇപ്പോൾ ദേ രണ്ടുപേരും ഒരു കൂരയ്ക്ക് കീഴിലാവുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായ സ്ഥിതിക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ ശാന്തി മുഹൂർത്തമാണല്ലോടാ. അതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നിന്റെ സംശയം തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി അടുത്ത ചോദ്യം ഇതായിരിക്കുമെന്ന്. എന്തായാലും തൽക്കാലം നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. കൂടുതൽ ആലോചിച്ച് തല പുകയ്ക്കുകയും വേണ്ട. അതൊക്കെ ഞാൻ വഴിയെ നടത്തിക്കോളാം. അതുകൊണ്ട് എൻ്റെ മോനിപ്പോൾ വേഗം പോയേ ഇവിടുന്ന്. അല്ലേലും ആവശ്യം കഴിഞ്ഞാൽ ഞാനെപ്പോഴും കറിവേപ്പിലാണല്ലോടാ. ഏതായാലും നിങ്ങൾക്കിടയിൽ ഒരു കട്ടുറുമ്പാവാൻ ഞാനിനി നിൽക്കുന്നില്ല.
ആ, അത് തന്നെയായിരിക്കും നിനക്കും നല്ലത്. പരിഭവിച്ചു നിൽക്കുന്ന വരുണിനെ ഒരു കള്ളച്ചിരിയോടെ നോക്കിക്കൊണ്ട് അനന്തു അത് പറയവേ സ്നേഹത്തോടെ അവൻ വീണ്ടും അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു. എടാ, നീ എങ്ങനെയാടാ എൻ്റെ ജീവിതത്തിൽ കറിവേപ്പിലാവുക? നീ ശരിക്കും എൻ്റെ ചങ്കല്ലേടാ വരുണേ. മതി മതി സോപ്പിങ്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേടാ. ഇനിയെങ്കിലും പരസ്പരം സ്നേഹം തുറന്ന് കാണിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ നോക്ക്. എനിക്കത് മാത്രം മതിയടാ. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ നീ വിളിക്കാൻ മടിക്കരുത്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഹാപ്പി മാരീഡ് ലൈഫ്. അവനൊരു പുഞ്ചിരിയോടെ അതും പറഞ്ഞ് അവിടെ നിന്നും ബൈക്കിൽ കയറിപ്പോകുമ്പോൾ അവനെ തന്നെ നോക്കി അല്പസമയം അനന്തു അവിടെ തന്നെ നിന്നുപോയി. മുറിക്കകത്തെ ബെഡിൽ മുല്ലപ്പൂവെല്ലാം വിതറി അവിടെയാകെ സുഗന്ധം പരത്തിയ ഉന്മേഷത്തോടെ അനന്ത് ഫോണിലും നോക്കി വേദയെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം അരമണിക്കൂർ പിന്നിട്ടിരുന്നു. താൻ ആഗ്രഹിച്ചെടുത്തു കൊടുത്ത മുണ്ടും നേരിയതും ഉടുത്തുകൊണ്ട് നാണത്തോടെ കയറി വരുന്ന തൻ്റെ പെണ്ണിനെ കാണാനുള്ള കൊതിയോടെ അവൻ ഡോറിലേക്കും ഫോണിലേക്കും മാറി മാറി നോട്ടം എത്തിക്കാൻ തുടങ്ങിയിട്ടും വേദ അവിടേക്ക് എത്തിയതേയില്ല. കാര്യമെന്തെന്നറിയാനായി അവൻ്റെ മനസ്സ് തിടുക്കം കൂട്ടിയപ്പോൾ ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് അവനും തോന്നി. ഒടുവിൽ അവളെ ചെന്നൊന്ന് നോക്കിയേക്കാമെന്ന തീരുമാനത്തോടെയാണ് അനന്ത് വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയത്. മുറിയിൽ നിന്നും ഹാള് വഴി അവൻ ആദ്യം ചെന്നത് കിച്ചണിലേക്കായിരുന്നു. പാൽ ഗ്ലാസും കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റേതോ ലോകത്തെന്ന പോലെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവളെ കണ്ടപ്പോൾ ഡോറിലേക്ക് ചെരിഞ്ഞു നിന്ന് ഇരു കൈകളും പിണഞ്ഞുകെട്ടി പുഞ്ചിരിയോടെ അവളെ നോക്കി അവനൊരു നെടുവീർപ്പിട്ടു. താൻ വന്നതുപോലും അറിയാതെ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ ഒന്ന് ഉണർത്തേണ്ടത് അത്യാവശ്യമാണെന്ന തോന്നലോടെ അവൻ അടുത്തേക്ക് ചെന്ന് അവളുടെ പിൻകഴുത്തിലേക്ക് പതിയൊന്ന് ഊതി ഉണർത്തി. ആ നനുത്ത കുളിരിൽ പെട്ടെന്ന് അവളൊന്ന് പിൻവലിഞ്ഞെങ്കിലും തൻ്റെ അരികിൽ നിൽക്കുന്നവനെ കണ്ട ഞെട്ടലോടെ വേദയുടെ കയ്യിലെ പാൽ ഗ്ലാസ് അറിയാതെ അന്നേരം താഴേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അബദ്ധം പറ്റിയതോർത്ത് കണ്ണുകൾ വിടർത്തി നഖം കടിച്ചുകൊണ്ടവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവനെയും താഴെ വീണ പാൽ ഗ്ലാസിനെയും ഒന്ന് മാറി മാറി നോക്കി. ഷെടാ, കഷ്ടമായല്ലോ. താടിയിൽ കൈയും കുത്തിപ്പിടിച്ച് അവളെ നോക്കി അവൻ അത് പറയവേ വേദയുടെ മുഖത്ത് തെല്ലൊരു പരിഭ്രമം കടന്നു വന്നു. ഫസ്റ്റ് നൈറ്റിൻ്റെ ആദ്യത്തെ ചടങ്ങായിരുന്നു ഗ്ലാസ്സിലെ പാല് ഷെയർ ചെയ്യുക എന്നത്. ഏതായാലും ആ ചടങ്ങ് കിച്ചണിൽ തന്നെ അവസാനിച്ചതുകൊണ്ട് തനിക്കിനി ഇതും താങ്ങി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, അല്ലേ വേദ? അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. ക്ഷമിക്കണം സാർ. ഞാനിത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വരാം. സാറ് മുറിയിലേക്ക് പൊക്കോളൂ. അത് ശരി. ഇത്രയും നേരം പാലുമായി വരുന്ന തന്നെ കാത്തിരുന്ന് മടുത്ത ഞാൻ ഇവിടേക്ക് തിരഞ്ഞു വന്നത്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയം കൂടി ഞാൻ തനിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നാണോ പറയുന്നത്? അതല്ല സാർ. ഏതല്ല? നോക്ക് വേദ, ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രം അല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ദിവസത്തിൽ സാധാരണ ഉണ്ടാകുന്നത് പോലുള്ള ബഹളങ്ങളോ സന്തോഷങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചുറ്റുമില്ലെന്ന് തനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ അത് എന്നോട് കൂടി പറയാൻ താൻ ശ്രമിക്കണം. ഇങ്ങനെ തനിച്ച് നിന്ന് ആലോചിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കളയരുത് എന്നർത്ഥം. കേട്ടല്ലോ? അവൾ അവനെ നോക്കി തല ആട്ടിയതും അനന്തു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി. എന്നാൽ പിന്നെ ഇങ്ങനെ തലയാട്ടി നിൽക്കാതെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളുമായി എൻ്റെ വേദക്കുട്ടി വേഗം ഇവിടേക്ക് വന്നേ. തന്നെ ഞാനും സഹായിക്കാടോ. വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. സാർ റൂമിലേക്ക് പൊക്കോളൂ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? വിവാഹബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പ്രാധാന്യമല്ലേ? പാല് ഷെയർ ചെയ്യുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഈ ഷെയറിങ് ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ക്ലീൻ ചെയ്യുന്ന ജോലി പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്കും സാധിക്കും. അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. താൻ എന്തുദ്ദേശിച്ചാലും വേണ്ടില്ല. ഇതൊക്കെ ഈ അനന്തുവിനും ചെയ്യാൻ പറ്റുമെന്ന് താൻ വേണേ കണ്ടോ. അവനതും പറഞ്ഞ് വേഗം ചൂലും മുറവുമായി അവിടേക്ക് വന്നു. പൊട്ടിയ ചില്ലയെല്ലാം കോരിയെടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നിലത്ത് പരന്നു കിടക്കുന്ന പാലെല്ലാം വേദയും പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കുകയും ചെയ്തു. കൈകളെല്ലാം കഴുകി രണ്ടുപേരും ഒരുമിച്ച് ടവലിൽ തുടച്ചു നിൽക്കുന്നതിനിടയിലാണ് അവരുടെ കണ്ണുകളിലെ നോട്ടവും പരസ്പരം കൂട്ടിമുട്ടിയത്. അതിനിടയിലാണ് അനന്തു അവളെ നോക്കി തമാശയോടൊരു കാര്യം ചോദിച്ചത്. ഇനി എന്തെങ്കിലും തനിക്ക് തട്ടിമറിച്ചിടാനുണ്ടോ വേദ?
ആ ചോദ്യം ഇഷ്ടമാകാത്ത വിധത്തിൽ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും ആ നോട്ടം ഇഷ്ടപ്പെട്ട ആവേശത്തോടെ അവൻ പെട്ടെന്ന് അവളെയും പൊക്കിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ച അമ്പരപ്പിൽ അവൾ അവൻ്റെ കോളറിൽ പെട്ടെന്ന് മുറുകെ പിടിക്കുകയായിരുന്നു. സാർ, ഇതെന്തായി കാണിക്കുന്നത്? എന്നെ നിലത്തിറക്ക് സാർ, പ്ലീസ്. ദേ, സാറിൻ്റെ കൈ വേദനിക്കും കേട്ടോ. ഓ, എങ്കിൽ പിന്നെ അതൊന്ന് പരീക്ഷിക്കണമല്ലോ. സ്വന്തം ഭാര്യ എടുത്ത് പൊക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ വേദ? പ്ലീസ് സാർ, തമാശ കളിക്കാതെ എന്നെ ഒന്ന് താഴെ ഇറക്ക്. അവളൊരു കൊഞ്ചലോടെ പറയുന്നത് കേട്ടതും അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. അതെ, തന്നെ ഞാൻ വേണേ താഴെ ഇറക്കാം. പക്ഷേ താൻ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മാത്രമേ ആ ഇളവ് ഞാൻ കാണിക്കൂ. അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ നിലം തൊടിയിക്കാതെ താൻ നിൽക്കേണ്ടി വരും. സാർ എന്ത് വേണേലും പറഞ്ഞു, ഞാനതനുസരിക്കാം. പറയൂ, എന്താ ഞാൻ ചെയ്യണ്ടേ? കണ്ണുകളിൽ ആകാംക്ഷ നിറച്ചുകൊണ്ട് അവനോടത് ചോദിക്കവേ അനന്തു അവളെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കാട്ടി. അതെ, വേറൊന്നുമല്ല. തൻ്റെ ഈ സാറുവിളി ഉണ്ടല്ലോ, അതൊന്ന് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് തരണം. അയ്യോ, അതെങ്ങനെയാ പറ്റുക? സാറിനെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? ഓ, ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? അന്ന് വരുണിൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ വന്നപ്പോൾ അവർക്ക് മുമ്പിൽ വെച്ച് താനൊന്ന് വലിയ ഡയലോഗൊക്കെ പറഞ്ഞു കേട്ടല്ലോ ഞാൻ. അന്നേരം താൻ എന്നെ അനന്തു സാർ എന്നല്ല വിളിച്ചിരുന്നത്, പകരം മറ്റൊന്നായിരുന്നു. അത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അനന്തു അവളെ നോക്കി അത് പറയവേ അവളൊരു ചമ്മലോടെ നെറ്റിച്ചുളിച്ച് അവനെ നോക്കി. അത് ഞാൻ അന്ന് അങ്ങനെ... വേറെ നിവൃത്തിയില്ലെന്ന മട്ടിൽ അവനെ നോക്കി ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിക്കുന്നതിനിടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ പായിച്ചുകൊണ്ട് നഖം കടിക്കാൻ തുടങ്ങി. ദേ വേദ, എൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിട്ടോ. പറഞ്ഞത് അനുസരിക്കാൻ എന്ന് താൻ എനിക്ക് വാക്കു തന്നതാ. ഇനി മാറ്റി പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഈ പിടുത്തം ഒന്നുകൂടി മുറുക്കും. ആ അയ്യോ അനന്തേട്ടാ, പ്ലീസ് ഇനി ഇറുക്കല്ലേ, ഞാൻ വേഗം പറഞ്ഞോളാന്നേ. അറിയാതെ തൻ്റെ നാവിൽ നിന്ന് അടർന്നു പോയ ആ പേര് ഓർത്തുകൊണ്ട് അവൾ ഒരു നിമിഷം ചമ്മലോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ അവനും അന്നേരം നോക്കി നിന്നുപോയി. ആ നോട്ടത്തെ നേരിടാൻ കഴിയാത്ത നാണത്താൽ പെട്ടെന്ന് അവൾ അവൻ്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ചെവിക്കരികിലേക്ക് തല ചേർത്ത് കിടന്നു. ഇനിയെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറക്കുക അനന്തേട്ടാ. ആ വിളിയുടെ സ്നേഹത്തിൽ അവളെയും കൊണ്ട് അവൻ നേരെ ചെന്നത് ബെഡ്റൂമിലേക്കായിരുന്നു. രണ്ടുപേരുടെയും വരവിനെ കാത്തു കിടക്കുന്ന മുല്ലപ്പൂ വിതറിയ പഞ്ഞി മെത്തയിലേക്ക് അവൻ അവളെ പതിയെ കിടത്തിയപ്പോൾ തന്നെ മാത്രം നോക്കുന്ന ആ മിഴികളുടെ സൗന്ദര്യത്തിലേക്ക് അവൻ ഇമ വെട്ടാതെ ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ ചുവന്ന ആദരങ്ങൾ തൻ്റേതാകണമെന്ന കൊതിയോടെ അവൻ അവളുടെ അരികെ ചേർന്ന് കിടന്ന് പതിയെ അവളുടെ ശരീരം തന്നിലേക്ക് അടുപ്പിച്ചു കിടത്താൻ ശ്രമിച്ചു. മുടിയിഴകൾ ഊർന്നു വീണ ആ നെറ്റിയിൽ അവൻ ഒരു നനുത്ത ചുംബനം നൽകിക്കൊണ്ട് പതിയെ അവളുടെ ആദരങ്ങളെ അവൻ കൊതിയോടെ കവർന്നെടുക്കാൻ തുടങ്ങി. അവൻ്റെ സ്നേഹത്തിലും ലാളനയിലും അലിഞ്ഞു ചേരുമ്പോൾ തന്നിൽ നിന്നും അടർന്നു പോകുന്ന വസ്ത്രങ്ങളെ തടഞ്ഞു നിർത്താനാവാതെ അവൾ നാണത്തോടെ അവനിലേക്ക് തന്നെ പറ്റിച്ചേർന്ന് കിടന്നു. ബെഡ് ലാമ്പിൻ്റെ നേരിയ വെളിച്ചത്തിലും അവളുടെ സൗന്ദര്യത്തിൻ്റെ അഴക് അവനെ പ്രണയത്തിൻ്റെ ലഹരിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവളിൽ നിന്നും അടർന്നു മാറാൻ കഴിയാത്ത വിധത്തിൽ ആ സൗന്ദര്യം അവനെ അന്നേരം മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തൻ്റെ ആവേശമെല്ലാം അവളുടെ ശരീരത്തിലേക്ക് ഇണങ്ങി ചേർത്തതിൻ്റെ തളർച്ചയിൽ അവൻ മെല്ലെ അവളിൽ നിന്നും അടർന്നു മാറിക്കിടന്നപ്പോൾ ഒരു പൂവിനെ പോലെ അവൾ പതിയെ ചുരുണ്ടുകൂടാൻ ശ്രമിക്കുന്നത് കണ്ടയുടൻ അനന്തു അവളെ എടുത്ത് വേഗം തൻ്റെ നെഞ്ചിലേക്കിട്ടു. പിന്നെ ആ മുടിയിഴകളിൽ പതിയെ ആശ്വാസത്തോടെ അവൻ തലോടാനും തുടങ്ങി. വേദ, തന്നെ ഞാൻ വേദനിപ്പിച്ചോടാ? അവൻ്റെ ആ ചോദ്യത്തിൽ ഒരു നാണത്തോടെ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിലൂടെ അവൾ വേഗത്തിൽ വിരലുകൾ ഓടിച്ചു വിടാൻ ശ്രമിച്ചു. നീ എന്താ ഒന്നും പറയാത്തത്? തൻ്റെ നാണം ഇനിയും മാറിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ശ്രമിച്ചോട്ടെ, ഈ നാണം മുഴുവനായൊന്ന് മാറ്റിയെടുക്കാൻ. അവനത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരു ഞെട്ടലോടെ അവൾ അവൻ്റെ നെഞ്ചിന്ന് തല ഉയർത്തി അവനെയൊന്ന് നോക്കി. ശരിക്കും തന്നെ സ്നേഹിച്ചെനിക്ക് കൊതി മാറിയിട്ടില്ല പെണ്ണെ. അനന്തു അത് പറയവേ പെട്ടെന്ന് അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെയൊന്ന് നോക്കിയ നിമിഷം അവൻ പുതപ്പെടുത്ത് അവളെയും കൊണ്ട് തലവഴി മൂടിക്കളഞ്ഞിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഈറൻമുടി ടവലുകൊണ്ട് കെട്ടിവെച്ച് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അനന്തുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റുന്നത് അവൾ അറിഞ്ഞത്. തിരിയാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തൻ്റെ കീഴ്ത്താടി അവൻ അവളുടെ തോളിലേക്ക് പതിപ്പിച്ചു വെച്ചിരുന്നു. എന്താടോ ഭാര്യയെ, താനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക? പിന്നല്ലാതെ, ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ അന്തേട്ടന് മനസ്സിലാവണില്ലേ? തവിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അവനോടത് പറയവേ അവൻ അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ച് തന്നോട് അടുപ്പിച്ച് നിർത്തി. സത്യത്തിൽ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നത് ദോശയൊന്നും അല്ല വേദ. പിന്നെ
പിന്നെ എന്താ വേണ്ടത്? ഞാൻ എൻ്റെ വേദക്കുട്ടിയെ തന്നെ അങ്ങ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി സ്റ്റൗവിനടുത്തേക്ക് നീങ്ങി നിന്നു. പോ അനന്തേട്ടാ, ചുമ്മാ രാവിലെ തന്നെ ഓരോന്നും പറഞ്ഞ്. ചുമ്മാ അതൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. താൻ എനിക്ക് സ്നേഹിച്ച് ശരിക്കും മതി വരുന്നില്ല വേദ. താൻ എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ നെഞ്ചി ചേർന്ന് കിടക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരാശ്വാസമുണ്ട്. അതൊരിക്കലും എനിക്ക് തന്നോട് പറഞ്ഞറിയിക്കാനാവില്ല വേദ. ഇപ്പോൾ എനിക്ക് താനല്ലാതെ വേറെ ആരുണ്ടടോ സ്നേഹിക്കാൻ? പെട്ടെന്ന് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ മുഖത്ത് നിലച്ച സങ്കടം അവളെയും വല്ലാതെയൊന്ന് വിഷമിപ്പിച്ചു. അവൻ്റെ അടുത്തേക്ക് ചെന്നവൾ ആ നെഞ്ചിലേക്ക് മെല്ലെ തല വെച്ച് കിടന്നപ്പോൾ അനന്തുവിനും പെട്ടെന്നത് ഒരാശ്വാസം പോലെ തോന്നി. അനന്തേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. ആരുമില്ലെന്നൊക്കെ അനന്തേട്ടന് വെറുതെ തോന്നുന്നതാ. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തിയമ്മ, അനിയത്തി, കുഞ്ഞാവ, അങ്ങനെ എത്ര പേരായി അനന്തേട്ടന് സ്വന്തമായിട്ടുള്ളത്? ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവരൊക്കെ നമ്മളോട് പിണങ്ങി നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. എങ്കിലും അനന്തേട്ടനെ അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ല. എന്നാൽ എൻ്റെ കാര്യം അനന്തേട്ടനൊന്ന് ചിന്തിച്ചു നോക്കിയേ. അമ്മയെ കണ്ട ഒരു ഓർമ്മ പോലും ഇല്ല എനിക്ക്. അച്ഛൻ്റെ സ്നേഹം ഒരിക്കലും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയിട്ടില്ല. കണ്ട നാൾ മുതൽ എന്നോട് വെറുപ്പോടെയും വഴക്കോടെയും മാത്രം പെരുമാറുന്ന ചിറ്റയുടെ മുഖത്ത് ഇന്ന് വരെ സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല അനന്തേട്ടാ. അങ്ങനെയുള്ള എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാനും അവകാശപ്പെടാനൊക്കെ എന്താ സത്യത്തിലുള്ളത്? നിറക്കണ്ണുകളോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവൾ അത് പറയുമ്പോൾ ആ കണ്ണുനീരിൻ്റെ ചൂട് ഒരു നിമിഷം അവൻ്റെ നെഞ്ചിനെയും ചുട്ടുപൊള്ളിച്ചു.